അടങ്ങി നിക്ക് മോനെ. മുണ്ട് വേണ്ട, ഓണമല്ലേ, മുണ്ട് വേണം. നിക്കത് മതി. ഊതിപ്പോ വേണ്ടെങ്കിൽ മുണ്ട് വേണ്ട. കരയല്ലേ. ഇന്ന് മോന്റെ പ്ലേ സ്കൂളിൽ എന്തൊക്കെ പരിപാടി ഉണ്ട്? കസേര കളി, മുട്ടായി പതക്കൽ, മുട്ടായി കുറുക്കല്ലോ, ഓട്ട മത്സരം എല്ലാം ഉണ്ട്. അടിപൊളി. എല്ലാത്തിനും ജയിക്കണം കേട്ടോ. എല്ലാ പ്രൈസും ഞാൻ കൊണ്ടുവരും. എല്ലാം കൊണ്ടുവരണം. മോൻ എല്ലാത്തിനും വിജയിക്കും. ജയിക്കണം മോനെ. ഓണപ്പരിപാടിയാ. ബാഗ് വേണ്ട. മോന് ബാഗ് വേണം. അല്ല, ബാഗ് വേണ്ട. മോന് ബാഗ് വേണം. ബാഗ് വേണം. ചെല്ലേ. ഹലോ, NRD പ്ലേ സ്കൂളിന്റെ 5ാമത്തെ ഓണാഘോഷ പരിപാടിയോടനുബന്ധിച്ച് നടക്കുന്ന ഈ ഓണാഘോഷ രാവിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. കൈയടി. അപ്പൊ ഇന്ന് നടക്കുന്ന കലാപരിപാടി എന്ന് പറയുന്നത്, അതെ, ചില രക്ഷകർത്താക്കള് ഇവിടുത്തെ ഓണാഘോഷ പരിപാടിയുടെ പിരിവ് തന്നിട്ടില്ല. അവരെ പെട്ടെന്ന് തരണമെന്ന് താഴ്മയെ അപേക്ഷിക്കുന്നു. അതിനുദ്ദേശം മാത്രമാ. ഞാൻ പൈസ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അയ്യോ, സാറിന് ഉദ്ദേശിച്ചല്ല കേട്ടോ, വേറെ ചില മാന്യന്മാരായിട്ടുള്ള സാർമാരെ ഉദ്ദേശിക്കാം. താമസിച്ച് ടീച്ചർ വാതക്ക് അയ്യോ, മോർണിംഗ് വാ, മോർണിംഗ് വാ. മതിയോ? ഇല്ല, അയ്യോ, ഞാൻ വഴക്ക് പറയുവോ? മോർണിംഗ് വന്നേ, സാറങ്ങ് പൊക്കോ. വാ. ചേട്ടാ 9 മണിക്ക് പരിപാടി നടത്താതെ 11 മണിക്ക് വരുന്നത് ഇവിടുത്തെ മര്യാദയാണ്. ഇനി മേലെ ഇങ്ങനെ വരുമോ? സത്യം പറഞ്ഞേ. ജഗത്തിന്റെ ഇടയിൽ നിന്റെ തൊലി മൊത്തം കയറി പോണത്. ഹലോ, അപ്പൊ അടുത്തതായിട്ട് ഓണം പാട്ടാണ്. അതിനായിട്ട് ഞാൻ മോനെ ക്ഷണിക്കുന്നു. വന്നോട്ടെ. മൈക്ക് ഞാൻ പിടിക്കണോ? പിടിക്കുമോ? താഴെ ഇടരുത്, ഭയങ്കര വിലയുള്ളതാ. തിന്നാനുള്ളതല്ല, താത്ത് പിടിച്ചാൽ മതി. തുപ്പല് വരും, തുപ്പല്. പഠിക്കും. ഓന്ന് മൂത് ഒലക്കര മൂത് ഏത് വീട് ഒലക്കര വീട് ഏത് കഥ ഒലക്കര കഥ വീട് ഓന്ന് വീട് ഒലക്കര വീട് ഒലക്കര മൂത് ഓന്ന കഥ ഒലക്കര കഥ. നിന്റെ ഒലക്കേത മൂത് കൊല്ലാൻ കേട്ടോ. നീ പാതാൻ പോകുമ്പോ അത് പാതല്ലേ ഇന്ന് തിരുന്നത് പറഞ്ഞാൽ അതിന് സമ്മാനം ചെയ്യാൻ നാം പറയാം. ഹലോ, ഒലക്കേടെ മൂടിന്റെ പാട്ട് കഴിഞ്ഞു. ഇനി ഏത് മൂടിന്റെ പാട്ടാ പാടാൻ പോകുന്നതെന്ന് അറിയത്തില്ല. അടുത്തതായി പാടാൻ വരുന്നത് ഞാൻ പിടിച്ചോളാം മൈക്ക്. ഞാൻ പിടിച്ചോളാം. തളം പിടിച്ചല്ലേ? മലന്നു താളം പിടിക്കുന്നതിന് വരെ ഞാൻ വേറൊരു കാര്യം പിടിക്കട്ടെ. മിണ്ടരുത്, ഒറ്റപടി കേൾക്കരുത്. അടുത്തതായിട്ട് പാടാൻ പോകുന്നത് മാധവ് ഞാന്. ഇത് എന്ത് പണിയത്? എന്തിനാ തുണി? എടുത്തോട്. പാട്ടാണോ? മകളെ അങ്ങോട്ട് പോട്ടെ. അപ്പടി പോടേ. എന്താടാ അവന്റെ വീട്ടിൽ പോവാ? ഇനി പാട്ടും ഡാൻസ് ഒന്നും വേണ്ട. അടുത്തതായി കലാപരിപാടികളാണ് നടക്കാൻ പോകുന്നത്. ഇങ്ങോട്ട് പാടാ. അപ്പൊ കായിക പരിപാടികൾ ആരംഭിക്കാൻ പോവുകയാണ്. ആദ്യമായിട്ട് മുട്ടായി വറുക്കൽ. അപ്പൊ ഇടുവാണേ. റെഡി, 1
പൈസ മുടക്കാനും എണ്ണമുണ്ട്. തായി എനിക്കും തിന്നാം. കൊതിയും കൂടെ കയറി കടക്കട്ടെ. അപ്പൊ സ്റ്റാർട്ട് പറയുമ്പോൾ ആരാണോ ആദ്യം എത്തുന്നത് അവർക്ക് ഫസ്റ്റ് പ്രൈസ്. ഓക്കേ, അപ്പൊ ഞാൻ കൗണ്ട് ഡൗൺ തുടങ്ങുകയാണ്. അപ്പൊ റെഡി 1 സ്റ്റാർട്ട് പറഞ്ഞില്ലല്ലോ. സ്റ്റാർട്ട് പറഞ്ഞിട്ട് 1 2 3 സ്റ്റാർട്ട്. ഇവനെവിടെ പോയി? അങ്ങോട്ട് പോടാ. ഓ എനിക്ക് വയ്യ. എന്താ പോയത്? കളിക്കുന്നില്ല. അപ്പം ഫസ്റ്റ് പ്രൈസ് ഗോസ് ടു ചിത്തുമോൻ. കള്ളം കളിച്ചാലൊന്നും കേട്ടില്ലയോ? റെഡി 1 2 3 സ്റ്റാർട്ട്. ഒരു സൈഡിലോട്ട് പോ. ഒരു സൈഡിൽ ഇങ്ങനെ വാ. അങ്ങോട്ട് പോടാ. ഇങ്ങോട്ട് വാ. ഇങ്ങനെ വാ. വാ. അവിടെ വെച്ചിട്ട് പോ. കസേരയുടെ കാലോടിയോടാ. കാലന്മാരെ അപ്പുറത്ത് പോയിടാ. അപ്പുറത്ത് പോടാ. ഓടിപ്പോയി അപ്പുറത്തിടാ. പോയേ. സമാധാനമായല്ലോ. അതെ തൊടരുത്. അവിടെ പോയി പോ. ഔട്ടായി. മോണിക്കായിട്ട് ഞാൻ പറഞ്ഞേക്കാം. മോണിക്ക എനിക്ക് വയ്യ. അടുത്തതായി സമ്മാനദാനമാണ്. സമ്മാനദാനം നിർവഹിക്കാനായി വാർഡ് മെമ്പറെ ക്ഷണിക്കുന്നു. നമസ്കാരം. നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ എന്ത് അഴിമതിയാണ് നടക്കുന്നത്? നിങ്ങൾ എല്ലാവരും ഇതിനെതിരെ പ്രതികരിക്കണം. നമുക്ക് സമ്മാനദാനം കൊടുക്കാം. ആയിക്കോട്ടെ, സമ്മാനത്തിലേക്ക്. ആദ്യമായിട്ട് കണ്ടകെട്ടി കലമടി ഫസ്റ്റ് പ്രൈസ് ഋത്തിക് കുറും. അടുത്തതായി ഓട്ട മത്സരം ചിത്തുമോൻ. മുട്ടായി പറമ്പ് മാധവൻ. സുന്ദരിക്ക് പൊട്ടോടി വിവേക്. ഒന്നും കിട്ടിയില്ലല്ലോ. അച്ഛന്റെ പാരമ്പര്യം പോകും കാത്ത. ബാ പോവാ. ഓ കുഞ്ഞിന് സമ്മാനമൊന്നും കിട്ടിയില്ലേ? സമ്മാനമൊന്നും കിട്ടാത്തോണ്ട് കുഞ്ഞിന് വിഷമമൊന്നും ഇല്ലയോ? ഞാനെന്തിനാ സങ്കടപ്പെടുന്നേ? അതെന്താ? എന്താന്നോ ഒരു സമ്മാനം പോലും വിറ്റിട്ടില്ല. മൊത്തം ഇതിലുണ്ട്.